ആണല്ലേ. അപ്പൊ എങ്ങനെയുണ്ട് CC-യിലൂടെയുള്ള പഠനം? മോഡൽ എക്സാം ഒക്കെ എഴുതുന്നുണ്ടല്ലോ, അപ്പൊ നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നെഗറ്റീവ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. ആണല്ലേ. ഇപ്പൊ എങ്ങനെ ഇനിയുള്ള സമയം നമുക്ക് ഏതിലാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്നൊക്കെ മനസ്സിലായി? മാത്സ് ആണ് കൂടുതൽ. ഇംഗ്ലീഷൊക്കെയാണ് എപ്പോഴും നെഗറ്റീവ് വരുന്നത്. ആണല്ലേ. അപ്പൊ അതിൽ കുറച്ചുകൂടെ നന്നായിട്ട് നോക്കുക. കുഴപ്പമില്ല, നന്നായിട്ട് ഉണ്ട്. നമ്മൾ കവർ ചെയ്ത സിലബസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊരു ആത്മവിശ്വാസം തരുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ ഇനി ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലേ? വലിയൊരു ഉപകാരമായി എക്സാം വെച്ചത്. കോഴിക്കോട് എക്സാം വെച്ചിട്ടുണ്ടായിരുന്നു. SCRT ബുക്സ് അതുപോലെ റാങ്ക് ഫയലുണ്ട്. പിന്നെ നമ്മുടെ CC-യുടെ ക്ലാസ്സൊക്കെ സ്ഥിരം കാണാറുണ്ട്. അങ്ങനെ യൂട്യൂബിലെല്ലാ ക്ലാസ്സുകളും വാച്ച് ചെയ്യാറുണ്ട്. CC-യിലെ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് എക്സാം എഴുതുന്നത്. എറണാകുളത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ ഒന്നും കൂടി ബെറ്റർ ആയ പോലെ എനിക്കിപ്പോൾ തോന്നുന്നു. കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ആണല്ലേ. ക്ലാസ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ക്ലാസ് കഴിഞ്ഞിട്ട് എക്സാം എഴുതുമ്പോൾ എന്താ മാറ്റം തോന്നുന്നു? ക്ലാസ് കഴിഞ്ഞിട്ട് എക്സാം എഴുതുമ്പോൾ നമ്മൾ പഠിച്ച ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനാണ് അത് കൂടെ പറ്റിയിട്ടുള്ളൂ. സ്വയം ഒന്ന് വിലയിരുത്താൻ പറ്റി. എന്തായിരുന്നു ലെവല്, എങ്ങനെ നെഗറ്റീവ് എങ്ങനെ വരുന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. യൂസ്ഫുള്ളായി തോന്നി. ടൈം മാനേജ്മെൻ്റ് ഒക്കെ എങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, അതൊക്കെ നല്ല യൂസ്ഫുൾ ആയിരുന്നു. കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ വിട്ടുപോകുന്നത്. അത് എവിടെയൊക്കെ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത് ഈ എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ മനസ്സിലായി. ഹായ് ഓൾ, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ PSC പരീക്ഷ എഴുതുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ, ചോദ്യങ്ങൾ കാണുമ്പോൾ A ആണോ B ആണോ അതാണോ ഇതാണോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിനൊരു പരിഹാരം വേണ്ടേ? അതിനായിട്ട് CC നിങ്ങളുടെ മുന്നിൽ ഒരു എക്സാം ഓറിയൻറ്റഡ് ഫുള്ളി LPSA UPSA എക്സാം ഓറിയൻറ്റഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു എക്സാം എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾ പഠിച്ചത് റിവിഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറേ കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ പഠിക്കാൻ പറ്റും. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.